ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. ദുബായിൽ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാൻ സ്വദേശി മരിച്ചു. ഇതുവരെ ഇറാൻ ആക്രമണത്തിൽ 4 പേരാണ് UAE കൊല്ലപ്പെട്ടത്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. ബഹ്റൈനിൽ വീണ്ടും ഇറാൻ ആക്രമണം. ജലശുദ്ധീകരണ പ്ലാന്റ് ആക്രമിച്ചു. ജനവാസ മേഖലയിലും ആക്രമണം നടന്നു. 3 പേർക്ക് പരിക്കേറ്റു. മുഹറഖ് ഭാഗത്തെ സർവകലാശാല കെട്ടിടത്തിന് കേടുപാട് സംഭവിച്ചു. സിറാജ് പള്ളിക്കര ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകാനായി. സിറാജ്, ബഹ്റൈനിലാണ് ആക്രമണം ശക്തമായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്? എന്താണ് സാഹചര്യം? ജീന, ബഹ്റൈനിൽ ഇന്നും ആക്രമണങ്ങൾ തുടരുന്ന സ്ഥിതിയാണുള്ളത്. ഇന്ന് രാവിലെ 7:35 ഇറാൻ ആക്രമണം ഉണ്ടായി. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് മുഹറക്കിലെ ഒരു സർവകലാശാല കെട്ടിടത്തിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. യൂണിവേഴ്സിറ്റിയുടെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു നാശനഷ്ടങ്ങൾ. 3 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. അതുപോലെ തന്നെ രാജ്യത്തെ ഒരു ജലശുദ്ധീകരണ പ്ലാന്റിന് ഡ്രോൺ ആക്രമണത്തിൽ കേടുപാടുകളുണ്ടായി. 9 മണിക്ക് നടന്ന ആക്രമണത്തിന്റെ ഫലമായി അവിടെ കേടുപാടുകൾ ഉണ്ടാവുകയും പിന്നീട് സർക്കാർ നൽകിയ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ജലവൈദ്യുതി വിതരണത്തിന് ഇത് പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയും ആക്രമണങ്ങൾ തുടരെ ഉണ്ടായിരുന്നു. പ്രധാനമായും മീന സൽമാൻ തുറമുഖം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണങ്ങൾ. അവിടെ ഉണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ജുഫേർ പ്രദേശത്തും വീടുകൾക്ക് നേരെ പ്രധാനമായും ആക്രമണങ്ങൾ നടന്നു. 4 വീടുകൾക്ക് സംഭവത്തിൽ കേടുപാടുകൾ പറ്റി. അതുപോലെ ജനവാസ മേഖലയായ ഉദൈബിയയിലും മിസൈൽ അവശിഷ്ടങ്ങൾ വീണു. മനാമയിലെ ഒരു പൊതു റോഡിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് നിരവധി കടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബഹ്റൈന് നേരെയുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ജലശുദ്ധീകരണം പോലുള്ള അവശ്യവും പ്രധാനവുമായ മേഖലയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം 92 മിസൈലുകളും 151 ഡ്രോണുകളും രാജ്യത്ത് വ്യോമസേന വിജയകരമായി പ്രതിരോധിച്ചു എന്നതാണ് ആശ്വാസകരമായ കാര്യം. ചെയ്യാൻ ശരി, സിറാജ് പള്ളിക്കലാണ് വിവരങ്ങൾ നൽകിയത്. ബഹ്റൈനിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയത്.